1975-77 കാലഘട്ടം എന്നെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ടുള്ള ഓർമ്മ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലത്ത് ഞാൻ തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടമാണ്. KSU വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾ അടക്കി വാണിരുന്ന ഒരു കാലഘട്ടം. SFIയുടെ വളർച്ചയുടെ ഒരു പ്രാരംഭഘട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാലഘട്ടം. അന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിൽ പങ്കാളിയായതിന്റെ ഓർമ്മകൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ബഹുമാന്യനായിട്ടുള്ള പ്രഹ്ലാദ്ജി വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു. ഞാനതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, സമയവും ഏറെ വൈകിക്കഴിഞ്ഞു. 50 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ ഇത് ആചരിക്കുന്നതിന്റെ പശ്ചാത്തലം പ്രഹ്ലാദ്ജി സൂചിപ്പിച്ചു. ഭരണഘടന അട്ടിമറിക്കപ്പെടുകയും ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം തന്നെ തകർക്കപ്പെടുകയും പൗരാവകാശങ്ങളടക്കം ഇല്ലാതാക്കുകയും ജീവിക്കാനുള്ള അവകാശം പോലും റൈറ്റ് ടു ലീവ് ഓൾസോ വാസ് സസ്പെൻഡഡ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് അതടക്കം ഇല്ലാതാക്കുകയും ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കേണ്ടത്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് എല്ലാ ജനതകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളതുകൊണ്ടാണ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഒരു നാടിന്റെ നിലനിൽപ്പ് ആ നാടിന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെ കൊലപ്പെടുത്തിയ നാളുകൾ, ആ നാളുകളായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം. അഴിമതിയും വ്യക്തിപൂജയും അത് മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം, ഒരു സർക്കാരാണ് ആ കാലത്ത് ഭരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ്, സുപ്രീം കോടതിയുടെ ഉത്തരവ്, ആ ഉത്തരവടക്കം അടിയന്തരാവസ്ഥ കാലത്ത് ലംഘിക്കപ്പെട്ടു. കേശവാനന്ദ ഭാരതി, I will trace, Prahlad ji was telling about the 1971 case, but I would like to trace it before to the Keshavananda Bharati case. കാരണം കേശവാനന്ദ ഭാരതി കേസിലെ ആ വിധി പുറപ്പെടുവിച്ചതിന്റെ പേരിൽ സർക്കാരിന്റെ താൽപര്യത്തിനെതിരായിട്ടുള്ള വിധി, ആ വിധി പുറപ്പെടുവിച്ചതിന്റെ പേരിൽ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു, സിദ്ധാർത്ഥ ശങ്കർ റേയുടെ, ബംഗാളിൽ അന്നത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ബന്ധുവായിട്ടുള്ള AN റേ, ആ AN റേയെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കുന്നതുവരെ കോടതിയെ അടക്കം സ്വന്തം വരുതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും പദ്ധതികളും ആണ് ആ കാലത്ത് ആവിഷ്കരിക്കപ്പെട്ടത്. അതോടൊപ്പം റായ്ബറേലിയുടെ കേസിനെയും അതിന്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രഹ്ലാദ്ജി സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ബാർ കൌൺസിലിന്റെ അധ്യക്ഷനും പിന്നീട് വാജ്പേയി സർക്കാരിലെ നിയമമന്ത്രിയുമായിരുന്ന ശ്രീ റാം ജഠ്മലാനി, അദ്ദേഹം അന്ന് വിശേഷിപ്പിച്ചത് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഭരണത്തോടാണ് ഉപമിച്ചത് അന്നത്തെ സർക്കാരിന്. ഞാനിത് പറയാൻ കാരണം, അന്നത്തെ സർക്കാരിനെ, അന്നത്തെ അടിയന്തരാവസ്ഥയെ എതിർത്തു എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ, കഴിഞ്ഞ ദിവസം CPMന്റെ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയുടെ പ്രസ്താവന ഞാൻ വായിച്ചു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് RSS ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന. അദ്ദേഹം ഈ പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് നടന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ ചരിത്രം അദ്ദേഹം എടുത്ത് വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം കുറച്ച് വായനാശീലമുള്ള ആണെന്നാണ് പുറത്തൊരു ധാരണ ഉള്ളത്. പക്ഷെ അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ രാജിക്കത്ത് പോലും വായിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. P. സുന്ദരയ്യ,
CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1975 എന്തു പറഞ്ഞുകൊണ്ടാണ് അടിയന്തരാവസ്ഥക്കാലത്ത് സുന്ദരയ്യ രാജിവെച്ചത്? സുന്ദരയ്യ രാജിവെക്കാൻ കാരണം ജനസംഘം പ്രധാന പങ്കാളിയായിട്ടുള്ള അടിയന്തരാവസ്ഥ വിരുദ്ധ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ CPM തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ വേണ്ടി CPM-ലെ പല ആളുകളും കൂടെ സഹകരിക്കുന്നു എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോവിന്റെ തീരുമാനം ജനറൽ സെക്രട്ടറിക്ക് ഹിതകരമല്ല, ജനറൽ സെക്രട്ടറി അതിനോട് യോജിക്കുന്നില്ല, എനിക്ക് എന്റെ പോളിറ്റ് ബ്യൂറോയെ എന്റെ തീരുമാനം എന്റെ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുന്ദരയ്യ അന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. എന്ന് പറഞ്ഞാൽ ജനസംഘവുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു CPM-ന്റെ നിലപാട്. പിന്നീട് വന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണാൻ പോലും എത്ര ബുദ്ധിമുട്ടി എന്നുള്ളത് അന്നത്തെ ജനസംഘത്തിന്റെ നേതാവായിരുന്ന രാംഭാവു ഗോഡ്ബോലെ, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് പോലും ശാന്തിനഗറിലെ വീട്ടിലാണ് EMS താമസിച്ചിരുന്നത്. അന്ന് EMS-നോട് മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞിട്ടാണ് രാംഭാവു ഗോഡ്ബോലെയും അന്നത്തെ ജനസംഘത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്ന ശ്രീ P. നാരായൺജി ഇന്നും തൊടുപുഴയിലെ വീട്ടിൽ സജീവമായിട്ടുള്ള ഓർമ്മയോടുകൂടി നിൽക്കുന്ന സമൂഹത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ് P. നാരായൺജി. അദ്ദേഹവും കൂടി ചെന്നിട്ട് EMS-നെ കാണുന്നത്. EMS അല്പം ഒന്ന് ഞെട്ടി. കാരണം അപ്രതീക്ഷിതമായിട്ട് രാവിലെ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവ് വീട്ടിൽ വന്ന് മുട്ടി വിളിച്ചിട്ട് ഞാൻ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവാണ്, അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ EMS ഞെട്ടി എന്നാണ് പറഞ്ഞത്. EMS വിസമ്മതിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ പാർട്ടിയുടെ ചരിത്രം പോലും വായിക്കാതെയാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി RSS പങ്കാളിയായിരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളൊക്കെ വെണ്ടക്ക നിരത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഉൾപ്പെടെ ചില ലാൽകൃഷ്ണ അഡ്വാനിജി പറഞ്ഞത്, കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലടഞ്ഞ ആളുകൾ ആ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകര് ഞാനിത് പറയാൻ കാരണം അന്നത്തെ അടിയന്തരാവസ്ഥക്ക് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റുകൾ, അന്ന് CPI-ക്കാർ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു ഭരണത്തിൽ. CPIക്ക് അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല. CPI ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും പോകും. 1967 ഇപ്പോൾ വലിയ വിവാദം നടക്കുകയാണല്ലോ CPM RSS ബന്ധത്തെക്കുറിച്ച് ഉള്ള MV ഗോവിന്ദന്റെ പ്രസ്താവനയെക്കുറിച്ച്. CPI ജനസംഘത്തിന്റെ കൂടെ 1967 മധ്യപ്രദേശിൽ ഒരുമിച്ച് ഭരണത്തിലിരുന്ന ആളുകളാണ്. അപ്പോ പഴയ ബന്ധത്തെക്കുറിച്ച്, പഴയ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അതുപോലെയുള്ള പല കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല CPM തുടക്കത്തിൽ അനുകൂലമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നതിന്റെ സൂചനകൾ നൽകിയെങ്കിലും പിന്നീട് അവരതിൽ നിന്ന് സമ്പൂർണമായിട്ടും പിന്മാറി. അവരതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദാസന്മാരായിട്ട് മാറുന്ന ഒരു സാഹചര്യം, അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് പുറത്തു പറയാൻ പലരും തയ്യാറില്ല. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരെ, സാധാരണ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ അവര് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപൂർവമായിട്ടാണ്. ധാരാളം ആളുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? പിണറായി വിജയന് ഹിതകരമല്ലാത്ത, ഈ സർക്കാരിന് ഹിതകരമല്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്. അടിയന്തരാവസ്ഥയുടെ പ്രത്യേകതയായിരുന്നു എല്ലാവരുടെയും വായടപ്പിച്ച് പണിയെടുപ്പിക്കുക, എല്ലാവരുടെയും വായ മൂടിക്കെട്ടുക. ആ വായ മൂടിക്കെട്ടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മൾ മിനിയാന്ന് മെഡിക്കൽ കോളേജിൽ കണ്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ശസ്ത്രക്രിയ നടത്താൻ പോലും വഴിയില്ലാത്ത സാഹചര്യമാണ്. ഞാൻ ബഹുമാനിയായിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ, DME-യുടെ ഓഫീസിൽ ഒക്കെ വിവരം അറിയിച്ചിട്ട് പോലും
ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. ഉപകരണങ്ങൾ വാങ്ങാൻ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങി ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു. ആരാ മെഡിക്കൽ കോളേജിൽ പോകുന്നത്? മെഡിക്കൽ കോളേജിൽ പോകുന്നത് സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജിനെ സമീപിക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളും ശസ്ത്രക്രിയക്ക് വേണ്ട വസ്തുക്കളും വാങ്ങാൻ വേണ്ടി രോഗിയിൽ നിന്ന് പണം ഈടാക്കേണ്ടി വരുന്നു എന്നൊരു ഡോക്ടർ തുറന്നു പറയുമ്പോൾ ആ ഡോക്ടർക്ക് പോലും CPM-കാരൻ, ആ ഡോക്ടർ തന്നെ പിന്നെ പറഞ്ഞു, ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് എന്റെ ഭാര്യയുടെ സഹോദരനായിട്ടുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയുടെ നിർദ്ദേശപ്രകാരമാണ്. അടിയന്തരാവസ്ഥയുടെ വേറെ രൂപമല്ലേ ഇത്? തുറന്നു പറയാൻ സാധിക്കാത്ത, കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അടിയന്തരാവസ്ഥ വേറെ രൂപത്തിൽ കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും എതിരായിട്ട് ശബ്ദമുയർത്തുന്ന ആളുകളെ, ആ ആളുകളെ മുഴുവൻ വരുതിക്ക് നിർത്താൻ CPM-ന്റെ സഹയാത്രികനാണ് ഈ എന്ത് ഹസന, ആരിഫ് ഹസൻ. അദ്ദേഹം CPM സഹയാത്രികനായിരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ആ ജില്ലാ കമ്മിറ്റി മെമ്പറെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിനേക്കാൾ അപ്പുറത്തെ സാഹചര്യമാണ് സ്വകാര്യ പരിപാടിയിൽ പോലും ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രി. എന്ത് അധികാരത്തിന്റെ ബലത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകുന്നത്? ഒരു വാടകയ്ക്കൊരു ഒരു ഹാൾ എടുത്തു കഴിഞ്ഞാൽ ആ ഹാളിനകത്ത്, വാടകയ്ക്കെടുക്കുന്ന ഹാളിനകത്ത് എന്ത് പരിപാടി നടത്തണം എന്ന് തീരുമാനിക്കാനുള്ള അർഹതയും അധികാരവും അത് വാടകയ്ക്കെടുക്കുന്ന ആൾക്കാർക്കാണ്. അവിടെ കാവിക്കൊടി വെക്കാൻ പാടില്ല, ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി കത്തെഴുതുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അധികാര ലംഘനം നടത്തുകയാണ്. എന്നിട്ട് ആ മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ ന്യായീകരിക്കുകയാണ്. ആ മന്ത്രിക്ക് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള പ്രതിബദ്ധത എന്താണെന്നുള്ളത് കേരള നിയമസഭയിൽ അദ്ദേഹം കാണിച്ച കോപ്രായം കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. കേരള നിയമസഭ ഭരണഘടനയുടെ ഭാഗമാണ്. ദേശീയ ഗാനം ഭരണഘടനയുടെ ഭാഗമാണ്. കേരള നിയമസഭയെയും ഭരണഘടനയെയും അവഹേളിച്ച ഒരു മന്ത്രിയെ, ആ മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കുകയല്ല, പ്രസംഗിക്കുകയല്ല, ഗവർണർക്ക് കത്തെഴുതി ഗവർണറെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ നിശബ്ദനാക്കിയ ഇന്ദിരാഗാന്ധിക്ക് സമമല്ലേ അത്? അപ്പൊ അങ്ങനെയുള്ള അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥ പക്ഷേ 75-ൽ ഇന്ദിരാഗാന്ധിക്കുണ്ടായിട്ടുള്ള 2 കൊല്ലക്കാലം ഇന്ദിരാഗാന്ധിക്ക് ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചെങ്കിൽ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം. കാരണം അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അന്ന് ആ അടിയന്തരാവസ്ഥയെ എതിർത്ത ആളുകൾ പ്രതിപക്ഷത്തിരുന്നാണ് എതിർത്തതെങ്കിൽ അന്ന് ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ട ആളുകൾ ഇന്ന് ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ ഉൾപ്പെടെ, കേരളത്തിലെ MLA ഇല്ലെങ്കിലും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പോലീസും ഗവർണറെ അകത്ത് വിടില്ല എന്ന് പറഞ്ഞ് പുറത്ത് ആളുകളെ, അവിടുത്തെ സെനറ്റ് ഹാളിന്റെ മുന്നിൽ, യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ അവിടെ ആളുകളെ ഇരുത്തിയിട്ട് ഗവർണറെ തടയാൻ ശ്രമിച്ച ആളുകളെ മറികടന്നുകൊണ്ട് ഗവർണർക്ക് സെനറ്റ് ഹാളിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, സെനറ്റ് ഹാളിനകത്ത് പരിപാടി നടത്താൻ കഴിഞ്ഞുവെങ്കിൽ, സെനറ്റ് ഹാളിൽ നിന്ന് പുറത്തുവിടില്ല എന്ന് പറഞ്ഞ ആളുകളെ അവിടെ നിർത്തിക്കൊണ്ട് സെനറ്റ് ഹാളിന് പുറത്തു വരാൻ സാധിച്ചെങ്കിൽ ഈ അടിയന്തരാവസ്ഥ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾ, കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ, കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമടക്കം ഇല്ലാതാക്കുന്ന നടപടികൾ, ആ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം നടത്താൻ ശേഷിയുള്ളവർ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്, അത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് 50 വർഷം മുൻപ് നടന്ന അടിയന്തരാവസ്ഥ വീണ്ടും സ്മരിക്കുന്നത്. കാരണം ചരിത്രം വിസ്മരിക്കാനുള്ളതല്ല, ചരിത്രം ഓർമ്മിക്കാനുള്ളതാണ്, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ്. ആ ചരിത്രത്തിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട്
സമകാലിക സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി സമകാലിക സമൂഹത്തിന് പ്രേരണ നൽകാനുള്ളതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ